എന്റെ കയ്യിൽ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഒരു ഇൻഡക്ഷൻ കുക്കറിന്റെ ഒക്കെ വലിപ്പമുള്ള ഒരു സാധനമാണ്. എന്ത് പെർഫോമൻസ് ആയി സാധനത്തിന്! ഒയ്യോ, ഒരു ചെറിയൊരു ഇൻഡക്ഷൻ കുക്കറിന്റെ അത്രേ ഉള്ളൂ ഈ സാധനം. ഇത് കിട്ടുന്ന ഔട്ട്പുട്ട് കേട്ടോ നിങ്ങൾ. ഇതൊരു സബ് വൂഫറാണ്, ഒരു അണ്ടർ സീറ്റ് സബ് വൂഫർ. നമ്മുടെ വണ്ടിയിലൊക്കെ നിങ്ങൾക്ക് സബ് വൂഫർ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഒരുപാട് വലിപ്പമുള്ള സബ് വൂഫർ വേണ്ട, ഡിക്കി സ്പേസ് പോകും. പക്ഷെ നമുക്ക് അത്യാവശ്യം ബാസും കാര്യങ്ങളൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി അണ്ടർ സീറ്റ് സബ് വൂഫറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോ ഡ്രൈവറിന്റെ സീറ്റിനടി വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിലായിട്ട് നമ്മുടെ ഡിക്കിയിൽ വെക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു സാധനം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹർണം എന്ന ബ്രാൻഡിൽ വരുന്ന 1 വർഷം വാറന്റിയുള്ള 350 വാട്ട്സ് RMS എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത്ര RMS ഒന്നും കിട്ടത്തില്ല. അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. 10 ഇഞ്ച് വരുന്ന ഒരു അടിപൊളി അണ്ടർ സീറ്റ് സബ് വൂഫറാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുറന്നപ്പോൾ തന്നെ നമുക്കൊരു കൺട്രോളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ യൂസർ മാനുവൽ ഇരിപ്പുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സബ് വൂഫർ വരുന്നത്. ഉയ്യോ, വിചാരിച്ചു പോലെ കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്. യെസ്, ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിന്റെ ബാക്കിൽ എന്തോ ഇത് ഒട്ടിയിരിക്കുവായിരുന്നു കേട്ടോ, കണ്ട. ഇതാണ് നമ്മുടെ ഐറ്റം. കാണുമ്പോൾ ഒരു ഇൻഡക്ഷൻ കുക്കർ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ആ ഐറ്റം ഒരു സബ് വൂഫറാണ്. നമ്മുടെ അണ്ടർ സീറ്റ് സബ് വൂഫറിനെ ഒന്ന് വിശദമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ കാണുന്നതാണ് നമ്മുടെ സബ് വരുന്നത്. 10 ഇഞ്ചിന്റെ ഒരു സബ്ബാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെറ്റൽ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഹർണം എന്നൊരു ബ്രാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റി. കാരണം ഫുള്ള് മെറ്റൽ ബോഡിയിലാണ് നമ്മുടെ ഈ ഒരു സബ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമ്മുടെ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ 3 വയറുകൾ, നമ്മുടെ സബ് വൂഫർ വയറിംഗ് ആഡ് ചെയ്യാനുള്ള ഒരു പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സിഗ്നൽ ഇന്ന് കാണാം, ഫ്യൂസ് കാണാം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഒരു കൺട്രോളർ ഇവിടെ കണക്ട് ചെയ്യാനുള്ളതാണ്, ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഗെയിൻ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഇത് നമ്മുടെ പവർ ഓണും ഓഫും ആണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന നമ്മുടെ ഓവർലോഡാണ്, പ്രൊട്ടക്ഷൻ. അതായത് നമ്മുടെ സബ് വൂഫർ, അതായത് ഈ ഒരു സബ് വൂഫറിന് താങ്ങാൻ പറ്റുന്ന കൂടുതൽ വോൾട്ട് അല്ലെങ്കിൽ കൂടുതൽ പവർ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആവും. അത് ഇതിനൊരു പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. ഏതൊരു വണ്ടിക്കും ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ നമ്മൾ സബ് വൂഫർ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് ആവശ്യം വരത്തില്ല സബ് വൂഫറിനെ. നമ്മളിപ്പോൾ പ്രായമുള്ളവരുമായിട്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മുടെ സബ് വൂഫർ ഓഫ് ഇടാറുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം നമുക്ക് ഓഫ് ഇടണ്ട. നമുക്ക് ഇതിൻ്റെ ബാസ് കൂട്ടുകയും കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ? അതെ, ഈ ഒരു കൺട്രോളർ ഉണ്ട്. ഇത് ഇങ്ങനെ നമുക്ക് കൂട്ടാനും സബിൻ്റെ ലെവൽ കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഇതുകൊണ്ട് പറ്റും. അപ്പോൾ അതെ, നമ്മുടെ സബ് വൂഫറിൻ്റെ അകത്തുള്ള കണക്ഷനൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതെ, 3 വയറുകളാണ് നമ്മുടെ സബ് വൂഫറിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കേണ്ടത്. ഒന്ന് നമ്മുടെ പോസിറ്റീവാണ്, 12 പോസിറ്റീവ്. ഒരെണ്ണം നമ്മുടെ വെള്ള REM, ഒരെണ്ണം നമ്മുടെ ബ്ലാക്ക് കേട്ടോ, അത് ഗ്രൗണ്ട് ആണ്. നമ്മുടെ ഇവിടെ ആയിട്ട് ഒരു കപ്ലർ കിടപ്പുണ്ട് കേട്ടോ. ഇതിലോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി. പിന്നെ ഉള്ളത് നമ്മുടെ സിഗ്നലാണ് കേട്ടോ. അതെ, ഇതേപോലെ സിമ്പിളായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. അതിന് നമ്മുടെ സിഗ്നൽ ഉണ്ടല്ലോ, ഈ ഒരു സിഗ്നൽ ഇതിലിങ്ങനെ കൊടുക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നമ്മുടെ വണ്ടിയിൽ പാട്ടിട്ടിട്ട് ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഡിക്കിയിൽ വെക്കുന്നതും നമ്മുടെ സീറ്റിന്റെ അടിയിൽ വെക്കുന്നതായിട്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ സീറ്റിന്റെ അടിയിൽ വെക്കുവാണെങ്കിൽ എന്നാലും ഇതിൻ്റെ അകത്ത് ആദ്യം ഒരു പെർഫോമൻസ് കിട്ടും. അത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അപ്പോൾ അതിന്റെ ഇരട്ടിയായിരിക്കും സീറ്റിന്റെ അടിയിലേക്ക് കയറ്റുമ്പോഴത്തേക്ക് കിട്ടുന്നത്. നമ്മളപ്പോൾ പാട്ടിടാൻ പോവാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും നമുക്ക് കോപ്പിറൈറ്റിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഒരു NCSന്റെ പാട്ടാണ് കേട്ടോ ഇടാൻ പോണത്. ശരിക്കും നല്ല അടിപൊളി ബീറ്റുള്ള ഒരു പാട്ടാണ്. നിങ്ങൾ ഹെഡ്സെറ്റ് നിർബന്ധമായിട്ടും വെച്ചിരിക്കുക, എന്നാൽ മാത്രമേ കൃത്യമായിട്ട് ആ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സബ് ഇപ്പം ഓഫ് ആക്കിയിരിക്കുകയാണ് കേട്ടോ. അതെ, ഫുൾ ഓഫ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വോളിയം കൊടുട്ടെ. സബ് ഞാൻ കയറി കൊടുക്കുവാണേ. എന്റെ ദൈവമേ, ഇതൊരു രക്ഷയില്ല കേട്ടോ, പൊളിച്ച്. എന്റെ ദൈവമേ, ഈ ചെറിയ സാധനത്തിനകത്താണ് ഇത്രയും വർക്ക് വരുന്നത്. അണ്ടർ സീറ്റ് സബ് വൂഫർ എന്നുള്ള കൺസെപ്റ്റ് തന്നെ എന്റെ മാറിയിരിക്കുകയാണ്. അടിപൊളി സാധനം, എന്ത് പെർഫോമൻസ് ആയി സാധനത്തിന്. ഒയ്യോ, ഒരു ചെറിയൊരു ഇൻഡക്ഷൻ കുക്കറിന്റെ അത്രേ ഉള്ളൂ ഈ സാധനം. ഇത് കിട്ടുന്ന ഔട്ട്പുട്ട് കേട്ടോ നിങ്ങൾ, നല്ല കിടിലൻ സാധനം. ഇപ്പൊ നമ്മുടെ ബാക്കിൽ ഡിക്കിയിൽ ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുക. ഈ സാധനം കൊണ്ട് നമ്മുടെ സീറ്റിനടി വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് മാറ്റം ഓർത്ത് നോക്കിയേ, പൊളിക്കും ഈ വണ്ടിയുടെ. എൻ്റെ കയ്യിൽ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും ക്വാളിറ്റി ഉള്ള നല്ല പെർഫോമൻസ് ഉള്ള അണ്ടർ സീറ്റ് സബ് വൂഫറിന് ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ കുറഞ്ഞത് 7000 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഹർണം ബ്രാൻഡിൽ 1 ഇയർ വാറണ്ടി വരുന്ന നല്ല പെർഫോമൻസ് കിട്ടുന്ന ഈ ഒരു സബ് വൂഫർ നമ്മുടെ TCFൽ അവൈലബിൾ ആണ്. നമ്മൾ കൊടുക്കുന്ന റേറ്റ് 5999 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പക്കാ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പക്കാ പെർഫോമൻസ് ആണ്. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്, വലിയ സബ് വൂഫർ വെച്ച് സ്പേസ് കളയാനില്ല ഡിക്കിയിൽ, അതേ കണക്ക് നമ്മുടെ വണ്ടിയിൽ ബാസും വേണം, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഈ ഒരു സാധനം നമുക്ക് മേടിച്ചു വെച്ചോ. കിടിലൻ ക്വാളിറ്റിയാണ്, പക്ക പെർഫോമൻസ് ആണ്. അപ്പോൾ ഈ ഒരു അണ്ടർ സീറ്റ് സബ് വൂഫറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ നമ്മുടെ TCFന്റെ നമ്പർ പോയിട്ടുണ്ട്. നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു അണ്ടർ സീറ്റ് സബ് വൂഫർ എന്നുള്ള കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. കൃത്യമായിട്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ പറഞ്ഞു തരുന്നത്. അടുത്തൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ ഗോവിന്ദ് സൈനിങ് ഔട്ട്.